ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നോമ്പിന്റെ 4-ാം ദിനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുമ്പോൾ നാം ചിന്തിക്കുന്നത് ക്രിസ്തുവിന്റെ സത്വം എന്നതിനെപ്പറ്റിയാണ്. ഐഡന്റിറ്റി ഓഫ് ക്രൈസ്റ്റ്. അതിനാധാരമായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വേദഭാഗങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും ചിലർ ഏലിയാവെന്നും അങ്ങനെ പല സംശയാസ്പദമായിട്ടുള്ള പേരുകൾ അവർക്കറിയാവുന്ന രീതിയിൽ അവർ പറയുന്നു. യേശു തിരികെ ഒരു ചോദ്യം അവരോട് ഉന്നയിക്കുകയാണ്. നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ പത്രോസ് നൽകുന്ന മറുപടിയാണ് വാക്യം 16-ൽ പ്രതിപാദിക്കുന്നത്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നുത്തരം പറയുന്നു. നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ശിഷ്യന്മാരാണെങ്കിലും പത്രോസ് ആണെങ്കിലും യേശു മുമ്പ് ചോദ്യം ചോദിച്ച പൊതുജനം ആണെങ്കിലും നമ്മൾ ഉൾപ്പെടുന്ന സാധാരണ മനുഷ്യരുടെ കൂട്ടത്തിലുള്ളവരാണ് അവർ. എങ്കിലും പത്രോസ് എന്തുകൊണ്ട് അങ്ങനൊരു ഉത്തരം പറയാൻ കാരണമായത്? എന്തായിരുന്നു പത്രോസിനെ പ്രേരിപ്പിച്ചത്? വാക്യം 17-ൽ യേശു പത്രോസിന് കൊടുക്കുന്ന മറുപടിയിൽ ഇത് വ്യക്തമാണ്. എൻ്റെ പിതാവ് അത്രേ നിനക്ക് വെളിപ്പെടുത്തിയത് എന്ന് പറയുകയും നീ ഭാഗ്യവാൻ എന്ന് യേശു അവിടെ പരാമർശിക്കുന്നതായി നമുക്ക് കാണാം. ഒന്നാമതായി, വിശ്വാസത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഏറ്റുപറച്ചിൽ. അത് നമ്മെ ക്രിസ്തുവിനെ സജീവമായിട്ട് തിരിച്ചറിയുന്നതിനായി നമ്മെ സഹായിക്കുന്നു. രണ്ടാമതായി, വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ സഭ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്ന ധാരണ യേശു നമ്മളിലേക്ക് പകരുകയാണ്. മൂന്നാമതായി, ഈ വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ജീവിതം നയിക്കുവാനുള്ള ഉത്തരവാദിത്തം നമ്മളിലേക്ക് ഉന്നയിക്കപ്പെടുന്നു. വെറും വാക്കുകളിലൂടെയല്ല, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ യേശുവിൻ്റെ ജീവിതത്തെ മറ്റുള്ളവരിലേക്ക് പ്രതിഫലിപ്പിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അവസാനമായി, യേശു നമ്മളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, നമ്മോട് ഓരോരുത്തരോടും. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു? യേശുവിനെ വ്യക്തിപരമായിട്ട് നാം എങ്ങനെ വിശദീകരിക്കുന്നു? നമ്മുടെ ചുറ്റുപാടുമുള്ളവർ എങ്ങനെ വിശദീകരിക്കും? അതിന് കാരണം നമ്മൾ ഓരോരുത്തരുമായിരിക്കണം. അവരുടെ ഉത്തരങ്ങൾ എന്ത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കുക. നമ്മൾ എങ്ങനെ യേശുവിനെ മറ്റുള്ളവരിലേക്ക്, നമ്മുടെ കൂടെയുള്ള ഓരോ മനുഷ്യരിലേക്ക് നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ വാക്കുകൾ യേശുവിനെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിലാണോ എന്നത് നമ്മൾ വിചിന്തനം ചെയ്യേണ്ടതുണ്ട്. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ വാക്കുകൾ ഈ ഭൂമിക്ക്, നമ്മളായിരിക്കുന്ന സമൂഹത്തിന് മാതൃകാപരമായി ദൈവം ഈ ഭൂമിയെ എന്തിനു സൃഷ്ടിച്ചുവോ, ഏത് രീതിയിൽ ഈ ഭൂമി നിലനിൽക്കണമെന്ന് യേശു ആഗ്രഹിച്ചുവോ, ദൈവം ആഗ്രഹിച്ച രീതിയിൽ ഈ ഭൂമിയെ നിലനിർത്തുവാൻ നമ്മുടെ പ്രവൃത്തികൾക്കും നമ്മുടെ കാഴ്ചപ്പാടുകൾക്കും നമ്മുടെ വാക്കുകൾക്കും ആകണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നിങ്ങളെ ഓരോരുത്തരും സഹായിക്കും. ആമേൻ.